അതിൻ്റെ അർത്ഥം അവരിൽ ഭയത്തിൻ്റെ ഒരു അശുദ്ധാരമായിരിക്കുന്നതാണ്. വലിയൊന്നുമല്ല ഭയം. എന്ത് ചെയ്യും? സ്വർഗസ്ഥനായ പിതാവെന്ന് ഭക്തിപൂർവ്വം ചെല്ലി സകല അശുദ്ധാത്മാക്കളിൽ നിന്നും ദൂരെ പോട്ടെ. അതല്ലേ സ്വർഗസ്ഥനായ പിതാവിന്റെ അവസാനം പറയുന്നത്. നമുക്കിപ്പോൾ തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ പിതാവിന്റെ യേശുവിന്റെ നാമത്തിൽ ഈ മകനിലുള്ള ഭയത്തിന്റെ അരൂപം വിട്ടു പോകട്ടെ എന്ന് പറഞ്ഞു കഴിയുമ്പോഴേക്കും അവനവിടെ മൂട്ടി കൊണ്ടുവന്നു. ഇങ്ങനെയുള്ള കുട്ടിശാസികൾ നമ്മുടെ വീട്ടിലുണ്ടോ ഇല്ലയോ? ഒരു അമ്മച്ചി പറയാനുണ്ട്, എൻ്റെ 3 പെൺപിള്ളേരും ബെഡ് വെറ്റ് എന്ന് പറഞ്ഞ രാത്രി കിടക്കുമ്പോൾ അറിയാണ്ട് മൂത്രം പോകും. ഞാൻ എന്ത് ചെയ്യുന്നറിയില്ല. എന്ത് മരുന്നുണ്ടായി? ഞാൻ പറഞ്ഞു, ഒരു അമ്മയെ ഈ 3 പിള്ളേരെ നിന്റെ ഗർഭത്തിൽ കർത്താവ് ദൈവം സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ നീ എന്ത് മരുന്ന് ചൊല്ലുന്നതിന്? ആ കർത്താവിന് ജീവിച്ചിട്ടുണ്ടോ? ആ കർത്താവിനോട് പറഞ്ഞു, ആ കർത്താവിൻ്റെ പേരിൽ കൈവച്ച് പ്രാർത്ഥിച്ച്. ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കില്ല, നീ 10 ദിവസം പ്രാർത്ഥിക്കും, എന്നിട്ട് എൻ്റെ അടുത്ത് വീണ്ടും വാ. നീ അമ്മയാണെങ്കിൽ എന്നേക്കാൾ കൂടുതൽ ഈ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള സകല അഭിഷേകം നിനക്കുണ്ട്. ഉണ്ടോ ഇല്ലയോ? കർത്താവ് പ്രാർത്ഥന കേൾക്കില്ലയോ? ഒരമ്മ ചമ്മീലോ ചെയ്യാൻ പ്രാർത്ഥിക്കാം. പക്ഷേ എനിക്ക് കാണണം, 10 ദിവസം കഴിയുമ്പോൾ നിന്റെ അടുത്ത് വരണം. 10 ദിവസത്തിന് മുമ്പ് 8 ദിവസം കഴിയുമ്പോഴേക്കും അവർക്ക് വിളിച്ച് പറഞ്ഞു, അവർക്കിപ്പോൾ കുഴപ്പമില്ല. നമ്മുടെ വീട്ടിൽ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം. രോഗശാന്തി, ഡെലിവറൻസ് വീട്ടിൽ തന്നെ ചെയ്യണം. അതുകൊണ്ടാണ് ഡെലിവറൻസിന് ആവശ്യമായ പല സാഹചര്യങ്ങളും നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളത്. ഇപ്പൊ മദ്യപാനം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. യേശുവിന്റെ നാമത്തിന്റെ മദ്യപാനത്തിന്റെ അശുദ്ധാരൂപി അവരെ വിട്ട് പോട്ടെ. വീട്ടിലുള്ളവരെ പ്രാർത്ഥിക്കും. അപ്പൊ ഇങ്ങനെ ഈ വരദാനങ്ങൾ ഉപയോഗിക്കണം. ഇനി നമ്മുടെ ക്ലാസ്സുകളെല്ലാം കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ ഉടനെ അഭിഷേക പ്രാർത്ഥനയ്ക്ക് ഒരുങ്ങാൻ പോവുകയാണ്. അഭിഷേക പ്രാർത്ഥനയ്ക്ക് ഇത്ര ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത്രയുള്ള ശ്രദ്ധിക്കാൻ, അഭിഷേകം നിങ്ങളിൽ മാമോദീസായിലൂടെയും ശരീരത്തിലൂടെയും യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെയും നിങ്ങളിൽ ഉണ്ടോ? ഉണ്ടോ? അതിനെ നമ്മളിപ്പോൾ ജ്വലിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് പുതിയതായിട്ടൊന്നും കിട്ടേണ്ടതില്ല. പക്ഷേ ഈ പരിശുദ്ധാത്മ ശക്തിയെ ജ്വലിപ്പിക്കണം. അങ്ങനെ ജ്വലിപ്പിക്കുന്നതിന് നമ്മൾ കുർബാനയെ വിളിച്ച് വെച്ച് പ്രാർത്ഥിക്കും. എല്ലാ അച്ഛന്മാരും ഇവിടെ വരും. നമ്മൾക്ക് തൈലാഭിഷേകം നൽകി പ്രാർത്ഥിക്കും. അതിനുവേണ്ടി വരിക. അതോടൊപ്പം പെട്ടെന്ന് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ 1-2 പേർക്ക് ചോദിക്കാൻ അവസരം. എന്തെങ്കിലും സംശയങ്ങളോ പൂർത്തിയാകാത്ത പ്രബോധനത്തിൽ എന്തെങ്കിലും പൂർത്തിയാകാത്തുണ്ടോ? അതായത് പഴയ വീഞ്ഞ് പുതിയ തോൽക്കുടത്തിൽ നിറയ്ക്കരുത്, പഴയ തുണി പുതിയ തുണിയുമായി തേച്ച് കെട്ടുന്നത്. അതാണ് വാസ്തവത്തിൽ ഈ പുതിയ നിയമവും പഴയ നിയമവും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ്. പുതിയ നിയമവും പഴയ നിയമവും, നമ്മൾ ഈ പറഞ്ഞ പരിസരയും പുതിയ നിയമവും തമ്മിലുള്ള ആ കോൺഫ്ലിക്റ്റ് ആണ് അതിന് മനസ്സിലാക്കേണ്ടത്. അതായത് യേശു വന്നിരിക്കുന്നത് കംപ്ലീറ്റ് ഒരു പുതിയ കാര്യം നമ്മളെ തരാൻ വേണ്ടിയാണ്. അപ്പൊ പഴയ നിയമത്തിനും പഴയ ഇതുമായിട്ട് യേശു കെട്ടുകയല്ല, കംപ്ലീറ്റ് പുതിയതായിട്ട് തരുന്നു. അപ്പൊ ആ പഴയ തത്വസംഹിതകളിൽ വിശ്വസിക്കുന്നവരിലേക്ക് ഈ യേശുവിന്റെ പ്രബോധനം പ്രവേശിക്കില്ല. അതാണ് എൻ്റെ പ്രധാന അർത്ഥം. ഓക്കെ, നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. വേറെന്തെങ്കിലും? കേട്ടില്ല. 163. എനിക്ക് അതിനെക്കുറിച്ച് അത്ര അറിവില്ല സാർ. പക്ഷേ ജപമാലയുമായിട്ട് അതിനൊരു കണക്ഷൻ ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം ജപമാലയൊക്കെ അത് കഴിഞ്ഞിട്ടുണ്ടായതാണ്. ജപമാല 150 മണിയിൽ നിന്നുള്ള ജപമാല
ജപമാലയുടെ കണക്കുണ്ടാകാൻ ഒരു സാധ്യത 150 സങ്കീർത്തനങ്ങളായിരുന്നു. അപ്പൊ അന്ന് കോവേന്തകളിലൊക്കെ 150 സങ്കീർത്തനവും പാടി പ്രാർത്ഥിക്കുമായിരുന്നു. അവർ സങ്കീർത്തനം പാടാൻ കഴിവില്ലാത്ത ആളുകൾ അവിടെ വന്നിരിക്കുന്നുണ്ട്. അവർക്ക് പ്രാർത്ഥിക്കാനായിട്ട് ഇങ്ങനെ ഒരു 150, അതാണ് ഒരു ഐതിഹ്യം അതിനെക്കുറിച്ചുള്ളത്. 153 മീനിന്റെ അർത്ഥം എന്താണെന്ന് ഞാൻ അധികം ചിന്തിച്ചിട്ടില്ല. എനിക്ക് മനസ്സിലായിട്ട് ഞാൻ പ്രാർത്ഥിച്ച് നോക്കാം. സങ്കീർത്തനം